നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു വീട്ടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് ഇക്കഴിഞ്ഞ ദിവസം ഒരു അജ്ഞാതൻ രാത്രി എത്തി കത്തിച്ചിരുന്നു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് പിന്നിൽ തിട്ടമേൽ കോണത്തേത്ത് കവിതയുടെ കാറാണ് കത്തിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. തീ വീടിനുള്ളിലേക്കും പടർന്നു. വീടിനുള്ളിലുണ്ടായിരുന്ന സോഫ, ബെഡ്, സെറ്റി തുടങ്ങിയവയൊക്കെ കത്തി. സംഭവം അറിഞ്ഞയുടൻ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. തുടർന്നാണ് ഒരാൾ കുപ്പിയുമായി രാത്രിയിലെത്തി പെട്രോൾ കാറിന് മുകളിൽ ഒഴിച്ച് അത് കത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. കോതാലിൽ പുല്ലാട്ട് മിഥുൻ മോഹന്റെ വീട്ടിലായിരുന്നു സംഭവം. ഇപ്പോഴിതാ കാറിന് തീയിട്ടയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുളക്കുഴ പൂപ്പങ്കര സ്വദേശി സരിൻ എന്ന് വിളിക്കുന്ന സലീം കുമാർ എന്ന വിളിപ്പേരുള്ള അനൂപ് എന്ന 37 വയസ്സുകാരനെയാണ് പോലീസ് പൊക്കിയത്. കോതാലിൽ പുല്ലാട്ട് രാജമ്മയുടെ വീട്ടിലായിരുന്നു ഈ സംഭവം. കാർ കവിത എന്ന യുവതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. കാർ രാജമ്മയുടെ വിദേശത്തുള്ള മകൾ കവിതയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീയണച്ചതുകൊണ്ട് വൻ ദുരന്തമൊഴിവായി. ഈ സമയം രാജമ്മയുടെ മകൾ ലേഖ, കൊച്ചുമക്കളായ 4 വയസ്സുള്ള അർഷിത, മിഥുൻ മോഹൻ, നിതിൻ മോഹൻ എന്നിവരായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പോലീസ് പൊക്കി. ചോദ്യം ചെയ്തപ്പോൾ പ്രതി പറയുന്ന കാര്യങ്ങളാണ് ഈ സംഭവത്തിൽ ഏറെ ട്വിസ്റ്റുകൾ ഉണ്ടാക്കിയത്. തൻ്റെ ഭാര്യയുമായി രാജമ്മയുടെ വീട്ടിലുള്ള ഒരാൾക്ക് വലിയ സൗഹൃദവും ബന്ധവും. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതാണ് പ്രതിയുടെ നിലപാട്. യഥാർത്ഥത്തിൽ അവരെയായിരുന്നു കത്തിക്കേണ്ടത്. താൻ കാർ കത്തിച്ചത് തൻ്റെ മനസാക്ഷി കൊണ്ടെന്ന് ഇയാൾ പോലീസിനോട് പറയുന്നു. ഇനിയെങ്കിലും അവർ തിരുത്തട്ടെ എന്നാണ് പ്രതി പോലീസിനോട് പറയുന്നത്. യാതൊരുവിധ ഭാവവ്യത്യാസവും പ്രതിക്കില്ല. എന്നാൽ അങ്ങേയറ്റം അപകടം നിറഞ്ഞ ഒരു ക്രിമിനൽ സംഭവമാണ് പ്രതി ചെയ്തത് എന്ന് പോലീസ് പറയുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇയാൾ കാറിന് മുകളിൽ പെട്രോൾ ഒഴിച്ച് തീപ്പെട്ടി ഒരച്ച് കത്തിക്കുന്നു. നിമിഷങ്ങൾക്കകം തീ ആളിപ്പടരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്. തൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ മുൻപ് പലതവണ അവർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് തൻ്റെ അവസാന താക്കീതാണ് എന്നതാണ് പ്രതിയുടെ നിലപാട്. പ്രതിയുടെ മൊഴി പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ കാർ കത്തിയ വീട്ടുകാർക്ക് വലിയ പരാതിയില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന സൂചനകൾ. എന്തായാലും ചെങ്ങന്നൂരിലെ കാർ കത്തിക്കലും തുടർന്നുള്ള സംഭവങ്ങളുമൊക്കെ നാട്ടുകാരിൽ വലിയ ആശങ്ക പടർത്തിയിരുന്നു. ഒരു വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറ് രാത്രിയിൽ അജ്ഞാതനെത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തെ തുടർന്ന് ആ പ്രദേശത്ത് വലിയ പരിഭ്രാന്തി പടർന്നിരുന്നു. വീടുകൾക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാർ ഉടമസ്ഥർ വല്ലാതെ ഭയപ്പെട്ടു. ഏതെങ്കിലും മാനസിക അസ്വാസ്ഥ്യമുള്ളവരാണോ ഇതിനു പിന്നിൽ എന്നുവരെ ആളുകൾ സംശയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാറുകൾ തങ്ങളുടെ വീടിന് മുന്നിൽ സൂക്ഷിക്കാൻ ഭയപ്പെട്ടിരുന്നു തൊട്ടടുത്തുള്ള പരിസരവാസികൾ. ഒടുവിൽ പ്രതിയെ പിടികൂടുമ്പോൾ പോലീസിന് ആശ്വാസം. വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമായിരുന്നു അജ്ഞാതൻ കാർ കത്തിച്ച ഈ സംഭവം. സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച നിരവധി കുറിപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു. മറ്റുള്ളവരുടെ കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു താക്കീതാണിത് എന്നൊക്കെ ചിലർ പരിഹസിക്കുന്നു. ഏതായാലും അയാൾ വണ്ടിയല്ലേ കത്തിച്ചുള്ളൂ, ആളെയൊന്നും കൊന്നില്ലല്ലോ എന്നുവരെ സമൂഹ മാധ്യമങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ട്രോളുകൾ പരക്കുന്നു. ഏതായാലും പ്രതി ചെയ്തത് അങ്ങേയറ്റം അപകടം നിറഞ്ഞ ഒരു പണിയാണ്. അവൻ കത്തിപ്പോകാത്തത് ഭാഗ്യം കൊണ്ട് മാത്രം. സംഭവം നടന്ന് പ്രതി പിടിയിലാകുമ്പോൾ ആദ്യ ദിനം സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളൊക്കെ പ്രതിക്കെതിരായിരുന്നു. എന്നാൽ ഒരൊറ്റ ദിവസം കഴിഞ്ഞ് പ്രതിയുടെ മൊഴി പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരം പരിഹാസങ്ങൾ സമൂഹ മാധ്യമങ്ങൾ കീഴടക്കുന്നത്. ഈ ക്രൂരതയെ ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഈ പരിഹാസങ്ങളെ അത്ര പ്രാധാന്യത്തോടെ കാണേണ്ട. സൗഹൃദം, സുഹൃത്ത് എന്നൊക്കെയുള്ള വിളിപ്പേരിൽ ഇപ്പോൾ ഏറെ ബന്ധങ്ങൾ തകരുന്ന കാലഘട്ടത്തിലാണ് കേരളം. ഇക്കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു. മകൾ പതിവായി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് സഹിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ അവളുടെ കഴുത്ത് ഞമർത്തി കൊലപ്പെടുത്തിയ സംഭവം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.